ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി. അപ്പം നമ്മളെ ഫാമിലി വ്ളോഗ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ വായ്പൊന്നും ഉണ്ട്, സംസാരിക്കാനും വയ്യ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. അപ്പം വൈകിട്ട് 4 മണിയായി, നല്ല മഴ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മിഞ്ഞാന്ന് രാത്രി പോയപ്പം മുളക് ബജ്ജി മേടിച്ച് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കാൻ പോണു. അത് മമ്മി വരുന്നു. എന്താ ഓയിൽ ഇതെവിടുന്ന? അപ്പുറത്തെ കടയിൽ നിന്നാ? ഓ കൈസ്, അപ്പുറത്തെ കട എന്ന് വിചാരിച്ചത് ഉപ്പാൻ്റെ അനിയൻ്റെ പോരാ. അത് അപ്പുറത്ത് ഓയിൽ അവിടെ നിന്ന് മേടിച്ചു വന്നിക്കല്ലേ. ഇന്നൊരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പുള്ളി മനോട് അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞു. ചേട്ടൻ ഇവിടുത്തുകാരനല്ല, പക്ഷെ ഇവിടെ ഉള്ളത് ഇപ്പോൾ വയനാട്ടിലുള്ളത്. പേര് പറഞ്ഞല്ലോ, പുള്ളിയില്ല, എന്തോ പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്ന കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. സ്ഥിരം വീഡിയോ കാണും. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ, ഉമ്മാനെ കുറച്ച് ഇഷ്ടമാണ്. ഉമ്മാന് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞാൽ ഇപ്പച്ചക്ക് ഇഷ്ടപ്പെടൂലല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് അത്ര പറഞ്ഞത്. ഓ അങ്ങനെയാ. അപ്പം ഇന്ന് മുളക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി പോട്ടോ. ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം. പിന്നെ കടലപ്പൊടി ഒരു 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ട് അതിന് 4 സ്പൂണ് പിന്നെ അരിപ്പൊടി, 1/2 സ്പൂണ് കായം, പിന്നെ 1 സ്പൂണ് മുളക് പൊടി, ഒരു ചെറിയ സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അപ്പക്കാരം ഒരു നുള്ള്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി പച്ചവെള്ളത്തിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും എന്നെ പോലത്തെ വീട്ടില് വെറുതെ ഇരുന്ന് കാണുന്ന ചെക്കന്മാരോ പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഓർക്കൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാം. മുളകില്ലേ, ഇതിന് എത്ര കിലോ എന്ന് പറയാൻ പറ്റുമോ? എന്താ വില? എന്നാലും ഒരു ഗസ്, വൈൽഡ് ഗസ്. 50 രൂപ 1 കിലോനാ? 120 റുപ്യ. ഓ, ഇത് 1/2 കിലോ മേടിച്ചോണ്ടെന്നാ. ഇതില് ബാക്കി ഉണ്ടല്ലോ ഇവിടെ. ഇത് ഇതിനുള്ള ചമ്മന്തിയാ? അത് ഒന്നായിട്ട് തന്നെ പൊരിക്കല്. ഞാൻ നടുവ് കാരണം അങ്ങനെ അത് കുഴപ്പമില്ല. ഒന്നായിട്ട് വേണമെങ്കിൽ പൊരിക്കാം. പിന്നെ ഉള്ളിൽ അരിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ നടു ഇങ്ങനെ നിങ്ങളിങ്ങനെ അരി കളഞ്ഞോ? അപ്പൊ പിന്നെ ഇത് എന്ത് വേസ്റ്റ് ഉണ്ടാവുക? അരി എടുക്കുന്നു. അരി അരിയിലില്ല ചില ഇതാട്ടോ ചമ്മന്തി. ഓ, മുളക് ചമ്മന്തിയും. ഇന്ന് അനിയും വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് വാങ്ങിക്കൊണ്ട് വെച്ചല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ആര് വാങ്ങിക്കൊണ്ടെന്നാ? ഏത് ഈ മുളകിന്റെ കാര്യമാണ്. അതാ പറഞ്ഞത്. മൂത്ത മക്കൾ എന്ത് വാങ്ങിക്കൊണ്ടെന്നാലും അതിനൊരു വിലയില്ല കേട്ടോ. ഓരിപ്പോ കടലപ്പൊടിയൊക്കെ പോയി വാങ്ങിക്കൊണ്ടെത്തുന്നോടാ പാവം. ശരി, എന്നോട് അത്ര കടലപ്പൊടി പറഞ്ഞിട്ട് 2 ആഴ്ച ഞാൻ കിട്ടില്ല. ഇതിപ്പോ ഞാനല്ലേ മുളക് വെച്ച് പൊരിക്കട്ടെ. ഓ, കടയിൽ പോയി കഴിഞ്ഞാൽ 40 റുപ്യ ഇപ്പൊ 2 മുളകിന്. വെറും 2 മുളകിന്. എനിക്കതങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചെറിയ മോനോട് കണ്ണാപ്പിനോടൊക്കെ പറഞ്ഞിട്ടല്ലോ ഓടി വരും. ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ? നല്ല മധുരമുള്ള സാധനം കേട്ടോ. ഷുഗർ വരും. പൊരിഞ്ഞ് വരട്ടെ. ഈ മണക്കുണ്ട് കേട്ടോ, മുളകിന്റെ സ്മെല്ലടിക്കുന്നുണ്ട്. പണിക്കാരില്ല ഇന്ന്? പോയോ? എന്തേ? പെയിന്റ് പണി എല്ലാരും ഉണ്ടാക്കി വെക്കിട്ടത് നമ്മളെ പുറത്തൊക്കെ പോളിഷ് ചെയ്തിട്ട് അതൊക്കെ കാണിച്ചിട്ട് ആയോ? ചെയ്തോണ്ടിരിക്കല്ലേ ഇപ്പോഴും? ചായ പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊറേ വീഡിയോ എടുത്തു കിട്ടോ. ഇവനിടൂല. 2-3 ദിവസം കുറച്ച് ടെൻഷൻ. ഞാൻ പറഞ്ഞു നിർത്തി. എനിക്കെന്ത് ടെൻഷൻ? എനിക്ക് ഭാവി കാര്യങ്ങൾ ആലോചിച്ചുള്ള ടെൻഷൻ. എന്ത് ഭാവി കാര്യമാണ്? അങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. എന്താ പൊങ്ങിയില്ല, നല്ല ഉഷാറായിട്ട് നിൽക്കണം. വീഡിയോയിൽ മാത്രമല്ല എപ്പോഴും ചിന്തിച്ചിന്തിനെ കൂട്ടുന്നത്. ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഭാവി കാര്യം എന്താ? ഒന്നുമില്ലമ്മ, ഒന്നുമില്ല. കൊണ്ടു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിടിച്ചു തോന്നും. അപ്പോൾ ആദ്യത്തത് ഞാൻ തന്നെ കഴിക്കും. പ്ലേറ്റ് എടുക്കാം. ചമ്മന്തി ഇതിൻ്റെ കൂടെ
നല്ല കട്ടൻ ചായക്കൊടി. ഈ മഴയത്തൊക്കെയാണ് ഇത് കഴിക്കേണ്ടത്. എണ്ണക്കടി അത് പൊരിഞ്ഞിക്കണോ? ആമോ പുട്ടിൻ്റെ സോസ്. കമോ എന്നിട്ട് അഭിപ്രായം പറ. എന്നിട്ട് അഭിപ്രായം എന്താ? ഞാൻ വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ചൂടാറിയിട്ട് എടുക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ് ഞാൻ ക്യാമറ ഒന്ന് കട്ടാക്കിയിരുന്നു ഒന്ന് ചൂടാറാൻ. അപ്പോൾ ഇതിന് രണ്ടാമത്തെ സെറ്റായി. കടയിൽ കഴിക്കണേണോ ഇവിടുന്ന് കഴിക്കണേണോ ടേസ്റ്റ് നോക്കട്ടെ. ഇത് കടയിൽ തന്നെ കൂട്ടുക. 100% കടയിൽ നിന്ന് കഴിക്കണാണ് ടേസ്റ്റ്. അതെന്താ നിനക്ക് കടയിൽ നോക്കുന്ന രസമാണ്. ഈ കൂട്ടുകാരന്മാരൊക്കെ കൂട്ടിക്കുടിക്കുക. ആണോ കുറച്ച് അത് കൂട്ടുകാരന്മാരൊക്കെ കൂട്ടി പോയിട്ട് കഴിക്കുമ്പോൾ അതൊരു വേറെ രസമാണ്. അത് രസമാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് ചായയും കടിയും. അതായത് ഒരേല് എത്രയും ചായയും കടി ഉണ്ടാവും. പക്ഷെ പുറത്ത് പോയിട്ട് 15 ഉറുപ്പ്യ എടുത്തിട്ടില്ലേ 10 ഉറുപ്പ്യ എടുത്ത് ഒരു ചായ കാപ്പി കുടിക്കുമ്പോൾ ഒരു സുഖം. നമ്മളൊന്നും കൊണ്ടുപോകില്ല കൂട്ടുകാരന്മാർ. അയ്യോ നിങ്ങളെ കൊണ്ടുപോകാനാണ് 1993 മെയ് 1-ാം തീയതി അൽ സോഡ ബഷീറിനെ നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു തന്നു. ആ കാക്കാനോട് പറയാ അങ്ങനെയൊന്നുമില്ല. പിന്നെ മക്കൾ കൊണ്ടെടുത്ത് മക്കൾ കൊണ്ടോണം. അപ്പൊ മക്കള് കല്യാണം കഴിച്ചാൽ മക്കള് ഇതമ്മോ ഇത് വേഗം തുറക്കി എരിഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ മുളക് ചിലപ്പോ മുളക് പൊടിയോ എവിടെ അതൊന്നും നോക്കില്ല. വേറെ ഒന്ന് മേടിച്ചോക്കട്ടെ. ഒരു എരിവില്ല. അങ്ങനെ ചില മുളക് കയ്യിലുണ്ട്. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പണിക്കാരൊക്കെ പോയിട്ടോ. അപ്പം നമ്മളെ പോളിഷ് ചെയ്ത വാതിൽ കാണിച്ചു തരാം. നിങ്ങളിതിനൊന്ന് അഭിപ്രായം പറയണേ, ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. കണ്ടോ, ഇതാണ് കളറ് വന്നത്. ആദ്യത്തെ കളർ ഇതാണ്. ഇതിപ്പോൾ അടിച്ചിട്ടില്ല, നാളെ അടിക്കുള്ളൂ. അപ്പോൾ ഇതാണോ ഭംഗി, ഇതാണോ ഭംഗി? ഞങ്ങൾ ഓരോട് പറഞ്ഞപ്പോൾ ഓര് പറഞ്ഞ് ഇത് തന്നെയാണ് ഫസ്റ്റ് അടിച്ചത്, പക്ഷെ നരച്ചിട്ട് ആ കളറായതാണെന്ന് പറഞ്ഞത്. അപ്പോൾ മോനും പറഞ്ഞ് ആ കളറാണ് ഭംഗിയുള്ളത്. അപ്പം നിങ്ങളൊരു അഭിപ്രായം പറയും തരും കേട്ടോ. ഇതെങ്ങനെ ഉണ്ട് കളറ്? ഒരു പറഞ്ഞത് തേക്കിൻ്റെ മരമാണിത്. അപ്പോൾ തേക്കിൻ്റെ കളറാണ് പറഞ്ഞു. ഇവിടെ മഴയാട്ടോ, മഴക്കാലം പിടിച്ചു. മലകളൊന്നും കാണുന്നില്ല ഉണ്ടോ? അപ്പോൾ മഴക്കാലം പിടിച്ചു എന്നാണ് അടയാളം. ഞങ്ങളെ പെയിൻ്റ് അടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5-6 ദിവസം കൂടെ ഉള്ളൂ. അടുക്കള ചെയ്യാനുണ്ട്, പിന്നെ അടുക്കളേൻ്റെ കബോർഡാണ് കാര്യമായിട്ടുള്ളത് ചെയ്യാൻ. പിന്നെ ഈ ഒരു വാതിൽ പോളിഷ് ചെയ്യാനുണ്ട്, മുകളിലത്തെ ഫ്രണ്ടിലത്തെ വാതിലൊക്കെ അതും പോളിഷ് ചെയ്യാനുണ്ട്. എന്നാൽ പിന്നെ ഏകദേശം സെറ്റായി. മുറ്റം കലങ്കുലായി കിടക്കണ്ട. മുറ്റം അടിച്ചു വാരില്ല, കാരണം മുറ്റം പണി കഴിയാണ്ടൊന്നും അടിച്ചു വരൊരു കാര്യമില്ല. ഒന്നാമത് എനിക്ക് സുഖമില്ല, അത് അടിക്കാത്തത് വേറെ പ്രശ്നം. അപ്പോൾ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഏതെങ്കിലും ചേച്ചിമാരോ താത്തന്മാരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കല്യാണമൊക്കെ അല്ലേ വരുന്ന മോൻ്റെ. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ എന്തായാലും ഒരു ആളെ വേണം. ഇവിടെ നിൽക്കുന്ന ആളായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ മോനോട് എൻ്റെ ഫോൺ നമ്പറും കൊടുക്കുക, നമ്പറിൽ വിളിച്ചാൽ മതി. എത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നത്. ഇനി മോൻ വന്നിട്ട് നോക്കാം. മോൻ പുറത്ത് പോയതപ്പോൾ